അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ പ്രിയപ്പെട്ട സിനാനെ പോലീസുകാരതാ ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ അവിടെ സ്റ്റേഷനിലെത്തി. ഇറങ്ങടാ. സിനാൻ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങാതെ മടിച്ചു നിന്നു. എന്താ പിടിച്ചു വലിച്ചിറക്കണോ കയറ്റിയ പോലെ? അവരുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി അവൻ ഇറങ്ങി. സ്റ്റേഷനിലുള്ള പോലീസുകാരെല്ലാം അവനെ തുറച്ചു നോക്കി. എന്താ സാറേ, പീഡനാണോ? ഹേയ്, അതൊന്നുമല്ല, ഇതതിനേക്കാളും മറ്റു വല്ലത് എന്തൊക്കെയോ ആണ്. ആഹാ, അല്ലെങ്കിലും ഈ ചെള്ളി പിള്ളേരെ തന്നെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. കണ്ടില്ലേ? അവൻ ആ പോലീസുകാരനെ അതാ സൂക്ഷിച്ചു നോക്കി. കണ്ടില്ലേ നോക്കി പേടിപ്പിക്കുന്നത്? എന്തൊക്കെ തന്നെയല്ലേ ഇവർക്കൊരു പേടില്ല സാറേ, എന്ത് തെറ്റും അവർ ചെയ്യും. അങ്ങോട്ട് നടക്കടാ. സിനാൻ അവിടെ നിന്നപ്പോൾ അവനെ അതാ സ്റ്റേഷനിലേക്ക് അങ്ങോട്ട് ആഞ്ഞു തള്ളിക്കയറ്റുന്നു. സാറേ, ഞാൻ കയറിക്കോളാം, നിങ്ങൾ തള്ളണ്ട. പിന്നെന്താ കുന്തം പോലെ ഇവിടെ നിൽക്കുന്നത്? കയറടാ അങ്ങോട്ട്. അതിൽ എസ് ഐ വന്ന് അവൻ്റെ തോളിൽ കൈവച്ചു. എന്താ, സിനാനാണല്ലേ പേര്? എന്താ കേസ്? ജാമ്യമില്ലാത്ത വല്ല കുറ്റം നീ ചെയ്തിട്ടുണ്ടോ? സാറേ, അവനവൻ്റെ തോളിലേക്ക് നോക്കി സാറിൻ്റെ കൈകളിലേക്ക് കൈയെടുക്ക് സാറേ. ആഹാ, ഇവനാൾ കൊള്ളാലോ. എടാ, നമ്മൾ പിടിച്ചതേ വിഷമുള്ള പാമ്പിനാണ് കേട്ടോ. എന്നോട് പറയാണ് കൈയെടുക്ക് സാറേ. എന്ത് ചെയ്യടാ നീ എന്ത് ചെറ്റത്തരാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത്? ആളുകൾ പൊതുവായി വരുന്ന സ്ഥലത്ത്, ഇടപഴകുന്ന സ്ഥലത്ത്, ഒരു സ്ഥാപനത്തിൽ, പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റലിൽ പല അപകടങ്ങളും അർജൻറ്റ് കേസുകളും വരുന്ന ഗേറ്റിന് മുമ്പിൽ നിനക്കെന്തായിരുന്നുള്ള നിരാഹാര സമരം? ഹേയ് സാറേ, അങ്ങനെയൊന്നുമില്ല. എനിക്ക് എൻ്റെ പെണ്ണിന് വേണം, അത് ഞാൻ പറഞ്ഞുള്ളൂ. ആഹാ, നിനക്ക് പെണ്ണോ? ഈ ഒരു പ്രായത്തിൽ നിനക്ക് പെണ്ണോ? ഏതാടത്? ഞാൻ പറഞ്ഞില്ലേ, പീഡന കേസിലെങ്ങാനും പ്രതിയായിരിക്കും അല്ലേ? ഏത് പെണ്ണാടാ നിനക്കുള്ളത്? പറയടാ. സാർ, പെണ്ണ് എൻ്റെ ഭാര്യയാണ്, ഞാൻ നിക്കാഹ് കഴിച്ച പെണ്ണ് തന്നെ. സ്റ്റേഷനിലും അവൻ്റെ ശബ്ദം പൊങ്ങി. പോലീസുകാരൻ അവൻ്റെ വായ പിടിച്ച് നെക്കിക്കൊണ്ട് പറഞ്ഞു. എന്താടാ, നാവ് കുറച്ച് വലുപ്പേറുണ്ടല്ലേ? ആരോടാണ് സംസാരിക്കുന്നത് എന്നുള്ള ഒരു ബോധം അത് മറക്കണ്ട. പിന്നെ കണ്ടില്ലേ, ദാ ലോക്കപ്പാണത്, അതിലുള്ളതുകൊണ്ട് ഇടിച്ച് കയറ്റാൻ പോകുന്നേ ഉള്ളൂ. പറയടാ, എന്തായിരുന്നു നിൻ്റെ ലക്ഷ്യം? എന്താണ് നിൻ്റെ ലക്ഷ്യം? നിന്നെ കുറച്ച് ദിവസം മുമ്പ് ഒരു കേസ് ഇവിടെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, ആണോ? പറയടാ സിനാൻ, നിനക്കെന്താണ്? എന്തൊക്കെയാണ് നീ കാണിച്ചു കൂട്ടി? എന്തൊക്കെയും നിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടണം. എന്തിനു വേണ്ടിയിട്ടാണ് അതാദ്യം നീ പറയണം. പറയില്ല നീ? സർ, ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് എൻ്റെ പെണ്ണിന് വേണം, അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവളെ എനിക്ക് നിർബന്ധമായിട്ട് വേണം. ആഹാ, കൊല്ലാൻ ശ്രമിക്കുക, എന്നിട്ട് പല രീതിയിലും അറിയാത്ത രീതിയിൽ ഉപദ്രവിക്കുക. എന്തിനായിരുന്നു? സാറേ, എനിക്കൊന്നിനും വേണ്ടിയിട്ടില്ല. എനിക്ക് അവളുടെ കൂടെ ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ്. ആഹാ, അതങ്ങനെ തന്നെ എല്ലാവരും പറയുള്ളൂ, ജീവിക്കാനുള്ള കൊതി കൊണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിൽ മറ്റു പല രഹസ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്തൊക്കെ തന്നെയാലും നിൻ്റെ കള്ളത്തരൊക്കെ ഇവിടെ ഓപ്പൺ ആക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാലോ. സർ, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. എനിക്ക് എൻ്റെ പെണ്ണിൻ്റെ കൂടെ ജീവിക്കണം, അത് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, വേറൊന്നുമല്ല. പിന്നെ ആ പെണ്ണിനെ നീ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതോ? ഇതാണോ ജീവിതം? അപ്പോൾ തന്നെ പോലീസുകാരൻ അതാ കേസ് കൊടുത്ത് അവളുടെ ആങ്ങൾക്ക് വിളിക്കുന്നു. ഹലോ, ഇത് സ്റ്റേഷനാണ്. അതായത് നിങ്ങളെ പെങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണല്ലോ, എന്തൊക്കെയോ മെഡിസിൻ കൊടുത്ത് എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെയോ കേസാണല്ലോ നിങ്ങൾ പറഞ്ഞത്. അത് സർ, അതല്ല, ഇപ്പോൾ അവിടെ താമസിക്കുന്നത് എവിടെയാണ്? ഇപ്പോൾ എൻ്റെ വീട്ടിലാണ്. പക്ഷേ അവൻ വീണ്ടും വരികയാണ് ഹോസ്പിറ്റലിലേക്ക്, എത്ര തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടും. ഞങ്ങൾക്ക് ഞങ്ങളെ കുട്ടിയെ തിരിച്ചു കിട്ടണം, അതേ ഉള്ളൂ. അല്ലാതെ ഞങ്ങളൊന്നും ആവശ്യപ്പെടുന്നില്ല അവരോട്. എന്തിന്? എൻ്റെ പെങ്ങൾക്ക് കൊടുത്ത ഡയമണ്ട് ആഭരണങ്ങൾ വരെ തിരിച്ച് ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. ഞങ്ങൾ വിചാരിച്ചത് അവളെ മാത്രം മതി എന്ന് തന്നെയാണ്. ഒരിക്കലും അവളില്ലാതെ, അവൾക്കൊരു നല്ല ജീവിതമില്ലാതെ ഞങ്ങൾക്ക് എങ്ങനെ സമാധാനം ഉണ്ടാവും സാർ? അതുകൊണ്ടാണ് ദയവായി ഞങ്ങൾക്ക് ഈ ഒരു ബന്ധം വേണ്ട. അവനെ അവളിൽ നിന്ന് അങ്ങ് വേർപ്പെടുത്തണം, അതേ ആഗ്രഹിക്കുന്നുള്ളൂ. ഓഹോ, അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ എന്തൊക്കെയോ ചുരുളഴിയാത്ത രഹസ്യങ്ങളൊക്കെ ഉണ്ടാവില്ലല്ലോ. എന്താണ് ഡയമണ്ട് ആഭരണത്തിൻ്റെ ബോക്സ് പോലും വേണ്ടെന്ന് പറഞ്ഞത്? അതും ഇവരങ്ങ് അടിച്ചു മാറ്റിയോ? പറയടാ. അദ്ദേഹം ഫോൺ വെച്ചിട്ട് പറഞ്ഞു. പറ, എവിടെയാണ് അവളുടെ ആഭരണപ്പെട്ടി? ഒരു പെണ്ണ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അവൾ അറ്റ്ലീസ്റ്റ് അവൾ കൊണ്ടുവന്ന ആഭരണങ്ങളെ തിരിച്ചു കൊടുക്കേണ്ടതല്ലേ? സർ, ഞാൻ ഒന്നും എടുത്തിട്ടില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോലും അല്ല ഇപ്പോൾ താമസിക്കുന്നത്. പിന്നെ ആരാടാ?
ഡയമണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്റ്റോണിൻ്റെ വില എന്താ? ഗോൾഡ് പോലെയാണ് ഡയമണ്ട്. നിങ്ങൾ അവളെ കൊന്നിട്ട് എന്തൊക്കെയോ തട്ടിയെടുക്കാനുള്ള തയ്യാറെടുപ്പാണെന്നാണ് തോന്നുന്നത് അല്ലേ? പറയടാ. എനിക്കറിയില്ല സാറേ, ഇത് എവിടെയാണ് വെച്ചതെന്ന് എന്നൊന്നും എനിക്കറിയില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. പെട്ടെന്നതാ SI വന്ന് അവൻ്റെ മുഖം നോക്കി ഒന്ന് കൊടുക്കുന്നു. പറയടാ, നീ പറയില്ലേ എവിടെ ആഭരണങ്ങൾ കൊണ്ടുപോയി ഒളിപ്പിച്ചത്? പറയാനാണ് പറഞ്ഞത്. അവൻ്റെ ചുണ്ട് പൊട്ടി രക്തം വരുന്നു. സർ, എന്തിനാണ് എന്നെ ഇങ്ങനെ തല്ലുന്നത്? എനിക്കെന്തിനാണ് ആഭരണം? ഹേയ്. വീണ്ടും അതാ SI അവൻ്റെ മുഖം നോക്കി ഒന്ന് കൊടുക്കുമ്പോൾ പിന്നിൽ നിന്ന് ഒരു വിളി, സർ. അവൻ തിരിഞ്ഞു നോക്കി. പോലീസുകളും തിരിഞ്ഞു നോക്കി. അത് മറ്റാരുമല്ല, ജസീൽ. സർ, നിരപരാധിയായ എൻ്റെ കൂട്ടുകാരൻ നിങ്ങൾ എന്ത് കാര്യത്തിലാണ് തല്ലുന്നത്? എനിക്കതറിയണം. നീ ഏതാടാ പേട്ടച്ചക്ക? സർ, ഇവിടെ എല്ലാവർക്കും ഒരേ അവകാശമാണുള്ളത്. മനുഷ്യനെ പട്ടിപ്പോരിങ്ങനെ തല്ലിക്കൊല്ലുന്നതിൽ എന്ത് കാര്യമാണ് നിങ്ങൾക്കുള്ളത്? എന്തിൻ്റെ പേരിലാണ് എൻ്റെ കൂട്ടുകാരനെ തല്ലുന്നത്? ആഹാ, അപ്പം നീ ആയിരിക്കും, നിങ്ങൾ രണ്ടുപേരുടെയും കൂടി പ്ലാൻ ആയിരിക്കും ഇതൊക്കെ അല്ലേ? അതല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞല്ലോ, എങ്ങോട്ടായിരുന്നു? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ഡയമണ്ട് ആഭരണങ്ങൾ വിറ്റ് ക്യാഷാക്കി ടൂർ നടക്കുകയായിരുന്നില്ലേ? അല്ലാതെ അത്രയും വലിയ റിസോർട്ടിലും കാര്യങ്ങളും നിങ്ങൾ എങ്ങനെ താമസിക്കും? ആഡംബര ജീവിതം നിങ്ങൾ എന്തുകൊണ്ട് നയിച്ചു? നിനക്ക് എന്താണ് ജോലി? ഞാൻ സർ പഠിക്കുമായിരുന്നു. ഇപ്പോൾ പഠനം കഴിഞ്ഞ് നാട്ടിലെത്തി. അങ്ങനെയാണ് ഞാൻ എൻ്റെ കൂട്ടുകാരനെ കൂട്ടിയിട്ട് ഒരു യാത്ര പോയത്. അതിനെന്താ, അതെൻ്റെ ക്യാഷ് കൊണ്ടാണ്. ആഹാ, പഠിക്കുന്ന ആൾക്ക് ഇത്രയധികം ക്യാഷ് എങ്ങനെ? അതുണ്ടാവാൻ ചാൻസ് ഇല്ലല്ലോ. സർ, അതൊക്കെ ഉണ്ട്. എൻ്റെ ബാപ്പ തന്നതാണ് ക്യാഷ്. പിന്നെ എനിക്ക് പണിക്കുവാൻ വേണ്ടി തരുന്നതിൽ നിന്ന് ഞാൻ അല്പം ബാലൻസ് വെച്ചിരുന്നു. അതെല്ലാം കൂടി പഠനം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു എൻജോയ്മെൻറ്റ് അതെൻ്റെ കൂട്ടുകാരനെയും കൂട്ടി. എന്തതിൻ്റെ പേര്? ജസീൽ. അതേ, കളവ് പറയുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം. ഇവിടെ പഠിക്കുന്നവർക്ക് എങ്ങനെ ക്യാഷ് കിട്ടുന്നു? സത്യം പറയടാ. മുഹ്സിന എന്ന പെണ്ണിൻ്റെ ഡയമണ്ട് ആഭരണങ്ങൾ നിങ്ങൾ രണ്ടുപേരും കൂടി എന്തെങ്കിലും ചെയ്തോ? ഹേയ് സർ, എന്ത് നിങ്ങളീ പറയുന്നത്? അങ്ങനെ ഒരു ആഭരണം തന്നെ എനിക്കറിയില്ല. ജസീൽ മിണ്ടണ്ട. ചോദ്യം സിനാനോടാണ്. സിനാൻ, നിൻ്റെ പേരിൽ ഒരുപാട് കുറ്റങ്ങളാണല്ലോ വരുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, നീ ആ പെണ്ണിനെ എന്തിനാ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത്? സാറേ, ഞാനൊരിക്കലും ശ്രമിച്ചിട്ടില്ല അതിന്. അല്ലെങ്കിലും തെറ്റ് ചെയ്തവരല്ലല്ലോ ഇവിടെ ശിക്ഷ അനുഭവിക്കുന്നത്. ആഹാ, നിയമത്തെ കയ്യിലെടുക്കുന്നോടാ. ദേ, പറഞ്ഞതനുസരിച്ച് കേട്ട് നിന്നോണം. പറഞ്ഞല്ലോ, ഞങ്ങൾ എന്താണ് പറയുന്നത് അതുപോലെ ഇരിക്കും കാര്യങ്ങൾ. അല്ലാതെ സാറേ, എന്തൊക്കെ തന്നെയാലും നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ആഹാ, നീ അങ്ങ് കരഞ്ഞ് രക്ഷപ്പെടണല്ലേ? ഒന്ന് കൊടുക്കടാ ആ ലോക്കപ്പിലിട്ട്. ഒന്ന് പെരുമാറുമ്പോൾ അവന് മണിയായി സത്യം പറയും. സിനാൻ്റെ കോളർ പിടിച്ചുകൊണ്ട് വലിച്ച് ആ ലോക്കപ്പിലേക്ക് അവന് തള്ളി കയറ്റുന്നു. അവൻ്റെ നെറ്റി ആ ഒരു ചുവരിൽ തട്ടി മുറിയാവുന്നു. പറയടാ, എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു ആഭരണങ്ങൾ? സർ, എന്ത് നിങ്ങളീ പറയുന്നത്? ഇല്ലാത്ത ഓരോ കുറ്റങ്ങളാണല്ലോ എൻ്റെ പേരിൽ ചുമത്തുന്നത്. പറയാനാണ് പറഞ്ഞത്. പറയില്ല നീ? ഇവനെ കൊണ്ട് മണിയായി കാര്യങ്ങൾ ഞാൻ പറയിപ്പിച്ചിട്ടേ നിൽക്കുള്ളൂ. SI അവനെ അടിക്കാൻ തുടങ്ങി. തലങ്ങും വിലങ്ങും. സർ, ഞാനല്ല. പറയില്ലടാ നീ പറയില്ലേ? സർ, എനിക്കെന്തിനാണ്? എനിക്കൊന്നും വേണ്ട. ആഹാ, അഭിനയിച്ച് കരയൊന്നും കണ്ടില്ലേ കള്ളൻ? അവൻ്റെ വായിൽ നിന്ന് രക്തം ചീറ്റൊഴുകി. അവന് തൊട്ടു നോക്കി. ഇതൊക്കെ ഒരു സാമ്പിൾ അടിച്ച് ഞാൻ പറയിപ്പിക്കും. അവിടെ നിൽക്ക്, ഞാൻ വരാം. നിനക്കുള്ള ശിക്ഷയുമായിട്ട് ഞാൻ വരാം. വിളിക്കടാ. അവന് നേരത്തെ വിളിച്ചേ. പെട്ടെന്ന് തന്നെ അതാ പോലീസ് വിളിക്കുന്നു. ഹലോ, ഇത് സ്റ്റേഷൻ എന്നാണ്. അത് നിങ്ങളുടെ പെങ്ങൾക്ക് എന്തോ പരിക്ക് പറ്റിയെന്നോ എന്തോ മെഡിസിൻ കൊടുത്തു എന്നൊക്കെ പറയും. നിങ്ങളുടെ ഏത് ഡോക്ടറാണ് നിങ്ങൾ കാണിക്കുന്നത്? ആ ഡോക്ടറുടെ ഒന്ന് ഞങ്ങൾക്ക് സംസാരിക്കണമായിരുന്നു. ഫോണൊന്ന് കൊടുക്കാവോ? അപ്പോൾ തന്നെ ആങ്ങള അതാ ഫോൺ കൊടുക്കുന്നു. ഡോക്ടർ, ഇത് പോലീസ് എന്നാണ് വിളിക്കുന്നത്. അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ. ഹലോ, പോലീസ് സ്റ്റേഷൻ എന്നാണ്. ഡോക്ടറെ, എന്ത് നിങ്ങളുടെ പേഷ്യൻറ്റിന് പറ്റിയത്? എൻ്റെ മുഹ്സിന എന്നുള്ള പേഷ്യൻറ്റിനെ
അതായത് അവളുടെ കയ്യിലൊരു മുറിവുണ്ടായിരുന്നു. അത് മാത്രമല്ല എന്തൊക്കെയോ ഒരു മെഡിസിൻസ് കൊടുത്തിട്ട് അവൾക്ക് എന്തൊക്കെയോ ശാരീരികമായ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് ഞാൻ ഇത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അനസ്തേഷ്യയിൽ നിന്ന് അല്പം കുട്ടി തെളിഞ്ഞിട്ടുണ്ട്. എങ്കിലും ആ പഴയ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ. അല്ല, ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്? ഇത് കൊടുത്തതാരെ ചെയ്തതാരെ പറഞ്ഞോ? അത് ഭർത്താവാണോ? അവളുടെ ഭർത്താവാണെന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര അങ്ങ് ക്ലിയറായി ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാനൊരു സംശയത്തിൻ്റെ നിഴലിലാണ് നിൽക്കുന്നത്. അതായത് അവരുടെ ഭർത്താവിൻ്റെ ഫാമിലിയിൽ നിന്നാണ്. അത് ഭർത്താവാണോ അതോ ഭർത്താവിൻ്റെ ഉമ്മയോ? അത് എനിക്ക് കറക്റ്റ് ക്ലിയർ അല്ല. അതായത് എനിക്കൊന്നും ഇത് പറയാൻ പറ്റില്ല. നമുക്ക് കാണാത്ത കാര്യങ്ങൾ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങളല്ലേ കേസൊക്കെ തെളിയിക്കേണ്ട ആളുകൾ. അതൊക്കെ നിങ്ങൾ തന്നെ തെളിയിക്കായിരിക്കും നല്ലത്. എവിടെയാണ് വീട് അവരുടെ? അത് എനിക്ക് കറക്റ്റ് അറിയില്ല. അവരുടെ നമ്പർ, വീട്ടിലെ നമ്പറൊക്കെ വേണമെങ്കിൽ ഞാൻ തരാം. നേരെ സിനാൻ്റെ അടുത്തേക്ക് അതാ പോലീസ് വരുന്നു. ആഹാ, വീട്ടുകാർ മൊത്തം ഈ ഏർപ്പാടാണല്ലേ. കല്യാണം കഴിക്കലും സ്വർണം സ്വന്തമാക്കലും അതൊക്കെയാണല്ലേ. ഇത്രക്കും വലിയൊരു പണിയാവുമെന്ന് റഷീദ ഉമ്മയും ഒരിക്കലും വിചാരിച്ചില്ല. കാര്യങ്ങൾ ഇത്ര വഷളാകുമെന്ന് കരുതിയതേയില്ല. പെട്ടെന്ന് മോൾട്ടിയത് ഉമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഉമ്മ. ആ എന്താടി? സിനാനെ പോലീസ് കൊണ്ടുപോയി. ആഹാ, ഓനെ കൊണ്ടുപോയോ? ആ എരപ്പൻ അങ്ങോട്ടും എന്തിനാ പോയത്? കൊണ്ടാകാതിരിക്കുമോ? അവനെ കൊണ്ടുപോയിമ്മ. എൻ്റെ കുട്ടീനെ എന്തൊക്കെ തല്ലി ചതുക്ക് എന്തൊക്കെ കാട്ടണാവും. ഓൻ രണ്ടെണ്ണം കിട്ടുന്നെ വേണം. ഓൻ അങ്ങനെയൊക്കെ കാട്ടി കൂട്ടിക്കാണ്ടേ. ഉമ്മ, പോലീസ് ചിലപ്പം അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കും. പക്ഷെ സത്യങ്ങളൊക്കെ ഓൻ പറയുമ്പോഴേ നമ്മളെ വീട്ടിലേക്കായിരിക്കും വരിക. അത് ഉറപ്പാണ്. പടച്ചോനെ, വല്ലാത്തൊരു കെണിയായിപ്പോയില്ലത്. ഈ ചെക്കന് എന്ത് കാര്യത്തിനാണ് ഹോസ്പിറ്റലിന് മുമ്പിൽ പോയിരുന്നത്? ഫോൺ ഓഫ് ചെയ്തിട്ട് അതാ പരക്കം പായുകയാണ് റഷീദ ഉമ്മ. പഠിച്ചോൻ ഇനിയിപ്പോൾ എന്തൊക്കെയാണാവോ. ഞാൻ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ഓളങ്ങോട്ട് പോയാലും ഓളെ ഡയമണ്ടിൻ്റെ ആഭരണങ്ങളും പെട്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ എൻ്റെ കെയർ ഓഫിലാണ്. മറ്റോളുടെ ഓൾ തരൂലല്ലോ. മറ്റോളോൾ പൂത്തി വെച്ചേക്കാണ്. ഇത് ഇവളൊക്കെ തന്നക്കണിഞ്ഞ് ഇതിപ്പോൾ ഇതൊക്കെ ചെക്കിങ്ങും കാര്യങ്ങളും എന്തൊക്കെയാണ് കാട്ടുന്നാവും. ആ ആഭരണപ്പെട്ടി എന്താ കാട്ടുക എനിക്കറിയുന്നില്ല. ഓലെന്തായാലും ഇവിടെ എന്തൊക്കെയാണ് തിരഞ്ഞു നോക്കും. അങ്ങനെ അതാ പെട്ടെന്ന് ആ ഒരു ഡയമണ്ടിൻ്റെ ആ ഒരു വലിയ ബോക്സ് എടുത്ത് റഷീദുമ്മ എങ്ങോട്ട് മാറ്റി വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. തലേന്ന് ധരിച്ച സ്വർണ്ണാഭരണങ്ങളും പിറ്റേന്ന് ധരിച്ച ഡയമണ്ടും 2 പെട്ടി ആഭരണങ്ങളാണ് അവൾക്കുള്ളത്. ലക്ഷക്കണക്കിന് രൂപയുടെ വിലയുള്ള. പെട്ടെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. എന്താ ഇപ്പം ചെയ്യുക? എവിടെ ഒളിപ്പിച്ച് വെക്കുക? എനിക്ക് കിട്ടണില്ല. റഷീദുമ്മ പരക്കം പാഞ്ഞുകൊണ്ടിരുന്നു. അകത്ത് വെച്ചാൽ എന്തൊക്കെ തന്നെയാലും പോലീസുകാർ അത് കണ്ടുപിടിക്കും, കൊണ്ടുപോകും, കൊടുക്കും. ഇനിയിപ്പോൾ അവളെ കിട്ടിയില്ലെങ്കിലും ഇത്രയും വലിയ മുതൽ വെറുതെ കൊടുക്കാൻ പറ്റുമോ? മറ്റൊന്നും കണ്ടില്ല. അവസാനം പുറത്ത് വിറകുപരയിൽ അതാ സിനാൻ്റെ ഉപ്പ പണ്ട് കൊണ്ടുവന്ന പഴയ പെട്ടികൾ 2 എണ്ണം അവിടെ കൂട്ടിയിട്ടിരുന്നു. അതിലേക്കിട്ട് അതിൻ്റെ മേലെ കുറെ വിറകിട്ട് വെച്ചു. പറയണില്ല. റബ്ബേ ഭാഗ്യം. റഷീദ ഉമ്മ ഒന്നും അറിയാത്തതുപോലെ അതാ അകത്തേക്ക് കയറി. ഇങ്ങോട്ട് വരികയാണെങ്കിൽ വരട്ടെ, ഓലങ്ങോട്ട് കണ്ടുപിടിച്ച് കൊണ്ടുപോകട്ടെ. റഷീദാനോടാ ഓലക്കളി. എന്നാൽ ഈ സമയം അതാ സിനാനോട് വീണ്ടും ചോദിക്കുകയാണ്. അല്ല, അവളുടെ ആഭരണങ്ങൾ, നിങ്ങൾ അവളെ കൊന്നിട്ട് അവളുടെ ആഭരണങ്ങൾ കൈക്കലാക്കി മുങ്ങാനായിരുന്നോ നിങ്ങളുടെ പ്ലാനിങ്? അത് പറയണം. സാറേ, എനിക്ക് അവളെ ഒരു ആഭരണം പോയിട്ട് ഒന്നും വേണ്ട. എനിക്ക് എന്തിനാണ്? എനിക്ക് എൻ്റെ പെണ്ണിനെ മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അവൾക്ക് ഇന്നും എൻ്റെ കൂടെ വരാനും സമ്മതമായിരിക്കും. പക്ഷെ ആരും സമ്മതിക്കാഞ്ഞാൽ എന്ത് ചെയ്യാൻ? ആഹാ, നിൻ്റെ കൂടെ അങ്ങ് സമ്മതിക്കല്ലേ? ഇത്രയ്ക്കും വലിയ ചെറ്റത്തരങ്ങളും ക്രിമിനൽ കുറ്റങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഒരു മനുഷ്യരെ നശിപ്പിക്കുക എന്ന് പറഞ്ഞ സിനാനെ, ഇവിടെയൊക്കെ ഭയങ്കര ശിക്ഷയാണ് അതിൻ്റെയൊക്കെ ഒരു വകുപ്പ് നിനക്കറിയോ? ഒരു കുഞ്ഞിനെയാണ് നീ നശിപ്പിച്ചത് ആരും അറിയാതെ. അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. സർ, ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ആഹാ, പിന്നാരാ? സിനാനാണല്ലോ. അതാണല്ലോ ഈ പേരിലുള്ളത്. സിനാനാണത് ചെയ്തത് എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. പിന്നെന്താ? ഡോക്ടറുടെ ആ വാക്ക് പോലീസ് പറഞ്ഞു. സർ, അത് കൺഫേം ആണെങ്കിൽ 2 കക്ഷികളാണ് അവർക്ക് പരിചയം. അതായത് ഈ സിനാൻ്റെ വീട്ടുകാരെന്നാണ് പറഞ്ഞത്. ആരെയാണെന്ന് കൺഫേം ചെയ്തിട്ടില്ല. ഡോക്ടർ പറഞ്ഞത് അതാണ്, ഉറപ്പായിട്ട് പറഞ്ഞിട്ടില്ല. ഡോക്ടർ സംസാരിക്കുന്നത് അതാ മുഹ്സിനയുടെ ഉമ്മ കേട്ടു. ഡോക്ടറെ, അത് ആരാണ്? അത് സ്റ്റേഷനിൽ നിന്നാണ്. നിങ്ങളെ മരുമകനെ പോലീസ് കൊണ്ടുപോയി നിലക്കല്ലേ പറഞ്ഞു കേട്ടത്? അവനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു. അല്ല, നിങ്ങൾ
അവളുടെ ഗോൾഡ് എങ്ങനെ എടുത്തിരുന്നോ? അത് വീട്ടിലുണ്ടോ? ഹേയ് ഇല്ല, ഒരിക്കലുമില്ല. അവൾക്ക് 2 സെറ്റ് സ്വർണ്ണാഭരണങ്ങളാണ് ഉള്ളത്. സ്വർണത്തിൻ്റെയും അതുപോലെ ഡയമണ്ടിൻ്റെയും. അതും അവരുടെ അറബിയുമ്മ കൊടുത്തതാണ്. ഒരുപാട് മൂല്യമുള്ള അത്. അവളുടെ കയ്യിൽ സിമ്പിളായിട്ടുള്ള ഒരു വളയും ഒരു ബ്രേസ്ലെറ്റും ഒരു ചെറിയൊരു ചെയിനും ഒക്കെ ഉള്ളൂ. ഇത് പാദസരവും മഹറായിട്ടുള്ള ചെയിന് മാത്രം. അല്ലാതെ ബാക്കിയെല്ലാം അവൾ യൂസ് ചെയ്യാറില്ല. എന്നിട്ട് നിങ്ങളെ വീട്ടിൽ അവളെ കൊണ്ടുവന്നാക്കിയപ്പോൾ ആ ഗോൾഡ് ഇല്ല, അതൊന്നും വാങ്ങിയിട്ടില്ല. അതിനിടയ്ക്ക് നിങ്ങളെ മരുമകന് ടൂർ പോയോ? അറിയില്ല, പോയി വിവരമില്ലൊക്കെ പറഞ്ഞിട്ടിരുന്നു. ഓഹോ, അപ്പോൾ എല്ലാം കൂടി ഒത്തു കളിച്ച് ക്യാഷും ആഭരണങ്ങളെ കൈക്കലാക്കി. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, എനിക്കറിയില്ല കേട്ടോ, അതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ ഡോക്ടറെ, തൽക്കാലം മുഹ്സിൻ ഇതൊന്നും അറിയണ്ട കേട്ടോ. അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവൾക്ക് വീണ്ടും അതൊരു ഷോക്കായി മാറും. ഇല്ല, അവളോട് പറയുന്നില്ല തൽക്കാലം, കാരണം അവൾക്ക് ഇപ്പോഴും അവനാണ് ഇഷ്ടം. അതുകൊണ്ട് ഉമ്മ ദയനീയമായി ഡോക്ടറോട് പറഞ്ഞു. ഇല്ല, കാര്യങ്ങളൊന്നും പറയുന്നില്ല. നിയമങ്ങളെല്ലാം നിയമത്തിൻ്റെ വഴിക്ക് അങ്ങോട്ട് നടക്കട്ടെ. അതെ, പോലീസുകാരാകുമ്പോഴേ എന്തൊക്കെ തന്നെയാലും അത് കുറ്റം പുറത്തു വരും, അതുറപ്പാണ്. എന്നാൽ ഈ സമയം സ്റ്റേഷനിൽ സിനാനോട് വീണ്ടും പറയുന്നു. പറയടാ, നിൻ്റെ കൂട്ടുകാരനെവിടെ? അവനെ നൈസായിട്ടൊന്ന് ചോദ്യം ചെയ്യാനുണ്ട്. നിന്നെ മാത്രം അങ്ങനെ വിട്ടാൽ പറ്റൂല. അതെ, ഇപ്പോഴൊരു പരിപാടി ഉണ്ട് എല്ലാവർക്കും. ഇങ്ങനെയൊക്കെ ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് പിന്നെ ആ പെണ്ണിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ. പിന്നെ അവരുടെ ഇഷ്ടത്തിന്. നിൻ്റെ വീട്ടുകാരത്തിന് സപ്പോർട്ടാണല്ലേ നിനക്ക്? എൻ്റെ വീട്ടുകാർ എനിക്കറിയില്ല, ഞാനിപ്പോൾ കുറച്ചായിട്ട് പുറത്താണ്. ഓഹോ, അപ്പോൾ ആഭരണങ്ങളൊക്കെ മോഷ്ടിച്ച് വെച്ച് നൈസായിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയിക്കാണല്ലേ വീട്ടിൽ നിന്ന്. പിന്നെ അത് സംശയിക്കൂല. എല്ലാത്തിനും ഉപരി ഇപ്പോൾ ആ ഒരു കേസാണ് അവർ മുന്നിലേക്ക് വെക്കുന്നത്. അവളുടെ ആഭരണങ്ങൾ അവർ തട്ടിയെടുത്ത് മോഷ്ടിച്ചു എന്നുള്ള പേരിൽ. ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് തൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് എന്നുള്ള കാര്യം അതാ സിനാന് ഉറപ്പായി. ഇവിടെ വാടാ. ജസീൽ അങ്ങോട്ട് കയറി വന്നു. എന്താ സാറേ? ധൈര്യത്തോടെ അവൻ്റെ ചോദ്യം. പറയടാ, എവിടെയാണ് ആഭരണങ്ങളൊക്കെ? 2 പേരും എന്ത് ചെയ്തു? എത്രയുണ്ടായിരുന്നു? അത് എവിടെ വിറ്റോ? എന്ത് കിട്ടി? പറയടാ. ആഡംബര ജീവിതം ജീവിക്കാൻ നയിക്കാൻ അവർ എങ്ങോട്ട് പോയി? എന്തായിരുന്നു അല്ലേ സുഖം? നല്ല സുഖം ഉണ്ടായിരുന്നു. സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ടും വിറ്റുകൊണ്ടുള്ള ആ ഒരു ടൂറ് അല്ലേ? സാറേ, അനാവശ്യം വരരുത്. എനിക്ക് എൻ്റെ ആവശ്യം വന്നിട്ടില്ല. ആഹാ, നീ എന്തടാ തർക്കുത്തരം പറയുന്നോ? സാർ അവൻ്റെ കോളറിനെ പിടിച്ചു അവൻ്റെ മുഖത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. പറയടാ. സിനാൻ ലോക്കപ്പിൽ നിന്ന്. സാറേ പ്ലീസ്, അവനൊന്നും ചെയ്യരുത്, അവന് പാവാണ്. പിന്നാരടാ, നീയാണോ? നിന്നോട് ഞാൻ പറഞ്ഞല്ലോ സത്യം പറയാനേ. സത്യം പുറത്ത് കൊണ്ടുവരും ഞാൻ. അടിച്ച് ഞാൻ പറയിപ്പിക്കും, നോക്കിക്കോ. സിനാൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്തിനു വേണ്ടിയിട്ടാണ് റബ്ബേ? എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? എനിക്കറിയുന്നില്ല. എന്താണ് നീ പറയില്ലേ? എസ് ഐ വീണ്ടും അതാ അകത്തേക്ക് കയറുന്നു. നീ പറയില്ല അല്ലേ? നിന്നെക്കൊണ്ട് പറയിപ്പിക്കാനൊക്കെ എനിക്ക് അറിയില്ലടാ മോനെ. സിനാനെ എസ് ഐ പൊതിരെ തല്ലുന്നു. ജസീൽ ഉറക്കെ പറയുന്നു. സാറേ, എന്തിനു വേണ്ടിയിട്ടാണ് ആ പാവത്തിന് നിങ്ങൾ തല്ലുന്നത്? അവൻ എന്ത് തെറ്റാ ചെയ്തത്? എടാ, നാവ് പൊങ്ങിപ്പോവരുത്. ഇത് സ്റ്റേഷനാന്നുള്ള ഓർമ്മ വേണം. സാറേ, എന്നെ നിങ്ങൾ തല്ലിക്കൊന്നോളൂ, എന്തായാലും വേണ്ടിയില്ല. എന്നെ നിങ്ങൾ കൊല്ല എന്തേ ചെയ്തു? ആടാ, നിന്നെ തല്ലിക്കൊല്ലല്ലോ, നിന്നെ ഇഞ്ചിഞ്ചായി ഞങ്ങൾ മരിപ്പിക്കും. അതാണ്. പറയടാ, എവിടെയാണ് നീ ആ ഗോൾഡ് ഒളിപ്പിച്ച് വെച്ചത്? പറയാനാ പറഞ്ഞത്. ഞാനെവിടെയും ഒളിപ്പിച്ച് വെച്ചിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ പോയി നോക്കാം. ഞാൻ ഒരിക്കലും ഒന്നും എടുത്തിട്ടില്ല. ഞാൻ വെറും കൈയോടെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എൻ്റെ കയ്യിൽ ഈ ഒരു ഫോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓഹോ, അത് മതിയല്ലോ. ബിസിനസ്സൊക്കെ അതിലങ്ങ് നടത്താലോ അല്ലേ? ഫോണിലൂടെ എന്തും നടത്താലോ. ഇനിയിപ്പോൾ ഒരു വഴിയേ ഉള്ളൂ, അവരെ വീട്ടിലേക്ക് വിളിപ്പിക്കുക. വീട്ടിലേക്ക് വിളിച്ചാലൊക്കെ സത്യം പറയും. അങ്ങനെ അതാ അവിടെ നിന്ന് വീട്ടിലേക്ക് വിളിക്കുന്നു. പറയടാ, നിൻ്റെ തള്ളയുടെയോ തന്തയുടെയോ നമ്പർ ഉണ്ടാവുമല്ലോ, അതിങ്ങ് എടുക്ക്. ഉമ്മയുടെ നമ്പറും ഉപ്പയുടെ നമ്പറും കാണാപ്പാടമായിരുന്നു. അതിൽ ആരുടെ നമ്പർ കൊടുക്കും, ആര് വിളിപ്പിക്കും അറിയുന്നില്ല. ആരോട് പറയണം? പറയടാ, നീയും നിൻ്റെ വീട്ടുകാരാണ് ഇതിനൊക്കെ കൂട്ടുന്നത്. അപ്പോൾ നിൻ്റെ തള്ളയുടെ നമ്പർ തന്നെ ആദ്യം താ. അത് അവരൊന്നും ചെയ്യില്ല സാറേ.
ആഹാ, അപ്പം ആരുമല്ല അല്ലേ? പറയില്ല നീ, നമ്പർ നീ പറയില്ലേ? എന്താ എൻ്റെ കൈയിൻ്റെ ചൂട് നീ അറിഞ്ഞിട്ടില്ല കേട്ടോ ശരിക്ക്. പറയടാ, പറയില്ല നീ. ഉമ്മയുടെ നമ്പർ ഞാൻ തരാം. അങ്ങനെ അതാ ഉമ്മയുടെ നമ്പർ 9800 അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അതാ പോലീസ് നേരെ വീട്ടിലേക്ക് വിളിക്കുന്നു. ഉമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നു. പഠിച്ചോനെ, ഒരു നമ്പർ അറിയാത്തൊരു നമ്പറാണല്ലേ വരുന്നത്. ഹലോ, ആ ഇത് സ്റ്റേഷനിൽ നിന്നാണ്. നിങ്ങൾ ഞാൻ സിനാൻ്റെ ഉമ്മ തന്നെയാണ്. എന്തേ? സിനാനേ, നല്ലോണം കൊടുത്തോളി, ഒരു കുഴപ്പവും പറ്റില്ല, നമുക്കൊരു വിരോധമില്ല. ഓൻ മണിയെ കൊണ്ട് ഉത്തരം പറയും എല്ലാത്തിൻ്റെതും. ആ അങ്ങനെയല്ലേ? അപ്പോൾ വീട്ടുകാർ നിങ്ങളൊക്കെ എന്താ സപ്പോർട്ടല്ലേ? അപ്പോൾ ഇവനക്ക് എന്ത് സപ്പോർട്ട്? ഒരു സപ്പോർട്ടും ഇല്ല. അപ്പോൾ നിങ്ങളുടെ മരുമകളുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ അതൊക്കെ എവിടെ? അവിടെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൈവശമാണോ? മരുമകൾ സ്വർണ്ണാഭരണോ? ഹേയ്, അങ്ങനൊരു ആഭരണം ഞാൻ കണ്ടിട്ടില്ലേ. എനിക്കറിയുക പോലുമില്ല. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? മരുമകൾ പോയത് നേരനാണ്. അവളത് ഇട്ട് പോയിക്കണമെന്നോ അതൊന്നും ഞാൻ നോക്കാറുമില്ല. അപ്പോൾ പിന്നെ നിങ്ങളെ മോനത് വിറ്റ് തുലച്ചോ? അത് പറയണം. അവനെ യാതൊരു ബന്ധവും എനിക്കില്ല. ഞാനും ഓനും തീരെ ഒക്കാത്ത സൈസാണ്. കാരണം ഞാൻ പറയണമെന്ന് ഓൻ കേൾക്കൂല. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഓൻ ഇവിടുന്ന് പോയത്. അതുകൊണ്ട് അത് നിങ്ങളേനാണ് പറയിപ്പിച്ചോളി, എവിടെയാണ് സ്വർണം ഒക്കെ ഉള്ളത് എന്നുള്ളത്. ആ ഓക്കെ ശരി. വീണ്ടും സിനാൻ്റെ അടുക്കലേക്ക്. ആഹാ, നീ ആളൊക്കെ കൊള്ളാലോടാ. നിൻ്റെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ ഒരു സ്വർണത്തിനെ കുറിച്ച് അവർക്ക് അറിയില്ല എന്നാണ്. അപ്പോൾ നീ അത് നൈസായിട്ട് എടുത്ത് മുങ്ങിയതല്ലേ? എന്നിട്ട് അവളെ വെട്ടാനും വേണ്ടി ശ്രമിച്ചതല്ലേ? പിന്നെന്താ, മരുന്ന് കലക്കി കൊടുത്തതോ? അങ്ങനെയൊക്കെ എന്തായിരുന്നു? എന്തിനു വേണ്ടിയിട്ടാടാ അത്രയ്ക്കും വിലപിടിപ്പുള്ള ആ ഒരു ആഭരണങ്ങളൊക്കെ കൊണ്ടുപോയി നീ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്? പറ. സാറേ, എടുക്കാത്ത കാര്യത്തിന് ഞാൻ എന്ത് പറയും? ഞാൻ എന്തിനു ഉത്തരം പറയും? എനിക്കതറിയില്ല. എൻ്റെ വീട്ടിൽ പോയി നോക്കിക്കോളൂ, എനിക്ക് കുഴപ്പമില്ല, നോ പ്രോബ്ലം. വീട്ടിൽ ചെക്ക് ചെയ്യാമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത് എടുത്തിട്ടില്ല, കണ്ടിട്ടില്ല, ഞാൻ നോക്കാറ് പോലുമില്ല ആ കാര്യങ്ങളൊന്നും. അത് നിൻ്റെ ഒരു വെറും വാക്കാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഒരു പക്ഷേ വീട്ടിൽ പോയി ചെക്ക് ചെയ്ത് കിട്ടില്ലെങ്കിൽ ആ കേസ് നിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യും. ഓക്കെ? എൻ്റെ വീട്ടിലുണ്ടാവും, അതെനിക്ക് ഉറപ്പുണ്ട്. അല്ലെങ്കിൽ അവളുടെ വീട്ടിൽ അവൾ കൊണ്ടുപോയിട്ടുണ്ട്, അവിടെ ഉണ്ടാവും, അല്ലെ ഇവിടെ ഉണ്ടാവും. അല്ലാതെ ആരും അത് വിൽക്കാനോ ഒന്നും നിന്നിട്ടില്ല. എന്താ നിങ്ങളീ പറയുന്നത്? സിനാൻ പറയൂ. നേരെ ഏതാ പോലീസുകാർ, എടാ പോയി നോക്ക് അവരുടെ വീട്ടിലേക്ക്. പോലീസ് ജീപ്പ് വരുന്നത് കണ്ട് അതാ ഉമ്മ ഭയന്ന് അകത്തേക്ക് ഓടുന്നു. പഠിച്ചോനെ, ഇത് ഇങ്ങോട്ടാണല്ലോ എഴുന്നള്ളുന്നത്. ഈ ചെക്കൻ്റെ ഒരു കാര്യം കൊണ്ട് ഇതൊക്കെ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. എൻ്റെ റബ്ബേ. പോലീസ് കോളിംഗ് ബെൽ അമർത്തി. ഉമ്മ പേടിച്ച് വാതിൽ തുറക്കുന്നില്ല. വീണ്ടും ബെല്ലടിച്ചു. ഇവിടെ ആരുല്ലേ? വാതിൽ തുറക്കണം. ഉമ്മ പേടിച്ചുകൊണ്ട് അതാ നേരെ ഷാഹിനയുടെ റൂമിലേക്ക്. മോളെ ഷാഹിന, ഇവിടെ പൊതിച്ചു മൂടി കിടന്നോ, ഞാൻ പറഞ്ഞോളാം. അത് സുഖമില്ലാത്ത കുട്ടി കിടക്കുകയാണെന്ന്, ആരോ വരുന്നുണ്ട്. ഉമ്മ നേരെ അതാ വാതിൽ തുറക്കുന്നു. ആ, ഇത് സിനാൻ്റെ വീടല്ലേ? ആ അതെ, സിനാൻ്റെ വീട് തന്നെയാണിത്. സിനാൻ ഇവിടെയല്ലേ താമസിക്കുന്നത്? ഓനിപ്പോൾ കുറച്ചയക്കണ് പുറത്തിറങ്ങി പോലെ തുടങ്ങിയിട്ട്. കുറച്ച് ദിവസമായിട്ട് ഓനിപ്പോൾ വീട്ടിലേക്ക് വരാറില്ല. ആ, സിനാൻ്റെ ഭാര്യയുടെ ആഭരണങ്ങൾ അതൊക്കെ ഇവിടെ ഉണ്ടോ? അത് ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനൊന്നും നോക്കലുമില്ല, എനിക്കതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. ഒന്ന് ചെക്ക് ചെയ്യട്ടെ ഞങ്ങൾ? ആ ചെക്ക് ചെയ്തോളൂ, അതിനൊന്നും കുഴപ്പമില്ല. എവിടെ സിനാൻ്റെ റൂം? ഇതാ, ഓന് ഇപ്പോൾ ഇവിടെയാണ് താഴത്തന്നെ കിടക്കൽ. ആ റൂമിൻ്റെ അലമാരയുടെ ചാവിയൊക്കെ ഒന്ന് തരൂ. അത് എടുത്തു കൊടുത്തു. അതെല്ലാം അതാ സെർച്ച് ചെയ്തപ്പോൾ അതിൽ നിന്ന് ഒന്നും കിട്ടിയില്ല. കുറച്ച് ക്യാഷ് മാത്രം അതിലുണ്ടായിരുന്നു. എവിടെയാണ് നിങ്ങൾ ആഭരണങ്ങൾ വെക്കാറുള്ള സ്ഥലം? അത് ഈ അലമാരയിൽ തന്നെയാണ് വെക്കാറൊക്കെ ഉള്ളത്. അവിടെ ഇല്ലേ? ഞാൻ നോക്കിയിട്ടുമില്ല. ഹേയ്, ഇവിടെ ഒന്നുമില്ല. പിന്നെ വേറെ ഏതാ റൂമുകളൊക്കെ ഒന്ന് സെർച്ച് ചെയ്യേണ്ടി വരും കേട്ടോ. മുകളിൽ പോയി നോക്ക്. പെട്ടെന്ന് പോലീസുകാർ മുകളിലേക്ക് കയറുന്നു. ആ, അത് അവിടെ ഒരു കുട്ടിയുണ്ട് കേട്ടോ, സുഖമില്ലാത്ത കുട്ടിയോ? പോലീസുകാർ ആ കുട്ടിയോട് പറഞ്ഞു, കുട്ടി ഒന്ന് പുറത്തിറങ്ങാവോ? അവൾ താഴേക്ക് ഇറങ്ങി വന്നു.
മുകളിലുള്ള റൂമും ഷെൽഫ് കാര്യങ്ങൾ അലമാരകൾ ബെഡിനടിയിൽ എല്ലാം നോക്കി. ഷടാ, എത്രയുണ്ടായിരുന്നു നിങ്ങളുടെ ആഭരണങ്ങൾ നിങ്ങൾക്ക് അറിയോ? ഡയമണ്ടും ഉണ്ട്, സ്വർണ്ണവും ഉണ്ടായിരുന്നു. ഞങ്ങളത് നോക്കിയിട്ടുമില്ല. എവിടെ വെച്ചാവോ? അവിടെ ഇല്ലേ? ഇവിടെ ഒന്നും കാണുന്നില്ല. അതെ, നിങ്ങളെ മകൻ അതായിട്ട് നൈസായിട്ട് അങ്ങ് മുങ്ങിപ്പോയിട്ടുണ്ടല്ലോ. എന്തത് കാര്യം? അറിയില്ല. ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഓപ്പ് ഇവിടെ നിൽക്കലില്ല. ഓഹോ, അപ്പോൾ ഭാര്യയുടെ ആഭരണങ്ങൾ എടുത്ത് ആഡംബര ജീവിതം നയിക്കണല്ലേ മകന്? എന്തിനാ നിങ്ങളെല്ലാവരും കൂടി ആ കൊച്ചിനെ കഷ്ടപ്പെടുത്തിയത്? ഡോക്ടർ പറഞ്ഞില്ലേ കാര്യങ്ങൾ? ഞാനോ? ഞാനൊന്നല്ല. അതിനൊക്കെ കാരണം അവൻ തന്നെ ആയിരിക്കും. അവനിപ്പോൾ വീട്ടിലേക്ക് വരലുമില്ല. ഉമ്മ ദയനീയമായി സംസാരിച്ചു. ഉമ്മ, കഷ്ടപ്പെടുത്തിയതിന് ക്ഷമിക്കണം. ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഇവിടേക്കൊന്ന് സെർച്ച് ചെയ്യേണ്ടി വന്നു. പിന്നെ സുഖമില്ലാത്ത കുട്ടിയൊക്കെ എഴുന്നേൽപ്പിച്ചതിൽ അപ്പോൾ എന്താണ് ഉമ്മക്ക് മകനെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് എന്താ പറയാൻ? ഓന് വീട്ടിൽ അങ്ങനെ വരുമൊന്നുമില്ല. ഇപ്പോഴോ പുറത്തെവിടേക്കാണ്. പിന്നെന്ന് വെച്ചാൽ ഭാര്യനോടും അങ്ങനെ തന്നെ സ്നേഹമില്ല. അങ്ങനൊരു കഥ. രണ്ടാമത് അവൻ ഒരു വിവാഹം കഴിച്ച് കൊണ്ടുവന്നതിനെ കുറിച്ചൊന്നും ഉമ്മ പറഞ്ഞതേയില്ല. അവർ പിന്നെ അതിനെക്കുറിച്ച് ചോദിച്ചതുമില്ല. അപ്പോൾ നിങ്ങളുടെ മോൻ്റെ പേരിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്യാം കേട്ടോ. അതായത് സ്വർണ്ണാഭരണങ്ങളൊന്നും കാണുന്നില്ല, ഭാര്യയെ ഉപദ്രവിച്ചു, അതുപോലെ തന്നെ ഡയമണ്ട് ആഭരണങ്ങൾ, അങ്ങനെ വീട്ടുകാരെയൊക്കെ ബുദ്ധിമുട്ടിച്ചു, വീട്ടിലേക്ക് കയറുന്നില്ല, അങ്ങനത്തെ രീതിയിലുള്ള കേസുകളൊക്കെ ഞങ്ങൾ ഫയൽ ചെയ്യാണ്. അതായത് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പറയാൻ, എന്താ പറയാൻ, ഓൻ്റെ വിദ്യ അങ്ങനെ കൂട്ടേണ്ടി വരും. എന്നാലും നമുക്ക് അതല്ല സങ്കടം. എത്രയും ഒരു ഡയമണ്ടിൻ്റെയും സ്വർണത്തിൻ്റെയും ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടുപോയി വിറ്റോന്നാവോ? ഈ കുട്ടിൻ്റെ ഒരു കാര്യം നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം. നിങ്ങൾ വിഷമിക്കണ്ട. അത് വിറ്റ സ്ഥലവും ജ്വല്ലറിയും കാര്യങ്ങളും അതൊക്കെ നമുക്കത് ഒന്നൊരു വിഷയമല്ല. അതൊക്കെ എത്ര വലിയ കേസ് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ പറയിപ്പിക്കാനും നമുക്കറിയാലോ. ഞങ്ങൾ ഇനിയും വരും കേട്ടോ. അങ്ങനെ അതാ പോലീസ് അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇനിയും വരുന്നോ? ഇനി എന്താ ഇപ്പം ചെയ്യുക? നേരെ അവർ സ്റ്റേഷനിലേക്ക്. സിനാനെ, എടാ, കള്ളം കപ്പലിൽ തന്നെ ഉണ്ടല്ലോ മോനെ. എന്തിനാടാ ആ പാവപ്പെട്ട ഫാമിലിയുടെ ആഭരണങ്ങളൊക്കെ നീ എന്തിനു വേണ്ടിയിട്ടാണ് എടുത്തത്? നീ എന്താണത് ചെയ്തത്? അത് പറയണം. ഒരിക്കലുമില്ല, ഞാനത് എടുത്തിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. പിന്നെ എങ്ങനെ നീ ആഡംബരമായി ജീവിക്കുന്നുണ്ടല്ലോ പുറത്ത് എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ, പിന്നെ എൻ്റെ അക്കൗണ്ടിലുള്ള ക്യാഷ് വെച്ച്. അപ്പോൾ നീ ഒരുപാട് വിറ്റങ്ങ് അക്കൗണ്ടിലാക്കി വെച്ചില്ലേ? അതല്ല, ഞാൻ ജോലി എടുത്തതാണത്. ഞാൻ ഗൾഫിൽ പോലും ജോലി എടുത്തതിൻ്റെ ക്യാഷാണ് ഇതിലുള്ളത്. ഇതെന്താ തീരാത്തൊരു പൈസ? ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ടൂറിൽ എൻ്റെ കൂട്ടുകാരനാണ് എല്ലാം ചിലവഴിച്ചത്. എന്നെ ഒന്നും ചിലവഴിക്കാൻ സമ്മതിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ മൂഡ് ശരിയില്ലായിരുന്നു. എൻ്റെ മൈൻഡ് വേറെ ആയിരുന്നു. എനിക്ക് എൻ്റെ പെണ്ണിനെ മാത്രമായിരുന്നു വേണ്ടത്, വേറൊന്നുമല്ല. എനിക്ക് അവളെ മാത്രം കിട്ടിയാൽ ഞാൻ ഇനിയും ജീവിക്കും അവളെ കൂടെ. പക്ഷെ ആരും സമ്മതിക്കുന്നില്ല എന്നെ. ഓഹോ, ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്ന നിൻ്റെ കൂടെ അവർ സമ്മതിപ്പിക്കാൻ അവർക്കെന്താ ഭ്രാന്തോ മറ്റോ ഉണ്ടോ? നീ ഒന്ന് പോടാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖമടക്കി. ഡാ, മിണ്ടിപ്പോവരുത്. നിൻ്റെ നാവെങ്ങാനും. എന്താ സാറേ, എന്നെ തല്ലിക്കൊന്നു, എന്ത് വേണമെങ്കിലും എന്നെ ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷേ എൻ്റെ നിരപരാധിത്വം എൻ്റെ പെണ്ണറിയണം. എനിക്ക് അവളോട് സംസാരിക്കണം. അല്ലാതെ ഒരിക്കലും. പെട്ടെന്ന് സാറേ, അതവിടെ പുറത്ത് ആൾ വന്നിട്ടുണ്ട്, സിനാനെ ജാമ്യത്തിൽ ഇറക്കാൻ. എൻ്റെ മോൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇവനെ ഈ രീതിയിൽ കാട്ടിക്കൂട്ടുന്നത്? അറിയില്ല അല്ലേ? അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പോയി ഞങ്ങൾ സെർച്ച് ചെയ്തതാണ്. അവിടെ പോയപ്പോൾ തന്നെ പറഞ്ഞത് ആഭരണങ്ങളും കാര്യങ്ങളൊന്നും വീട്ടിലില്ല. ഞങ്ങളൊക്കെ ഫുള്ള് സെർച്ച് ചെയ്തു. അതെല്ലാം അവൻ കൊണ്ടുപോയി വിറ്റ് തുളച്ചിട്ടുണ്ടാവുമെന്നാണ് നിങ്ങളുടെ വീട്ടുകാർ പറഞ്ഞത്. അല്ലാ, അവൾ എൻ്റെ മോൻക്കെതിരെയും മൊഴി പറഞ്ഞോ? ഉപ്പ പറഞ്ഞു, എൻ്റെ മോൻ അങ്ങനെ തെറ്റ് ചെയ്ത് നിങ്ങൾ തെളിയിക്കാതെ ഒരിക്കലും നിങ്ങൾ അവനെ ലോക്കപ്പിലിട്ട് മർദ്ദിക്കാൻ പാടില്ല. സിനാൻ്റെ മുഖമാകെ വീങ്ങി വീർത്തിരുന്നു. അല്ലാ, എൻ്റെ കുട്ടി. സാറന്മാരെ, എൻ്റെ കുട്ടി നിരപരാധിയാണ്. നിങ്ങൾ വെറുതെ വിടണം കേട്ടോ. ഡയമണ്ടിൻ്റെയും ഗോൾഡിൻ്റെയും കാര്യത്തിലും ആ കുട്ടിയെ ഉപദ്രവിച്ച കാര്യത്തിലും ഇവന് കുറ്റവാളി എന്നാണ് ഇവിടെ ഞങ്ങൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അവനില്ലെന്ന് പറഞ്ഞാലും അതാണ് തെളിവ് കിട്ടിയത്. അതായത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇവനെ പ്രസവിച്ച ഉമ്മവനെ അതാണ് പറഞ്ഞത്. ആ സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഇവരെ വിടാൻ പ്രയാസമാണ്. സാറേ, നിങ്ങളിപ്പോൾ വിടി, അതിനുള്ള ഒപ്പൊക്കെ ഞാൻ ഇട്ടുതരാം.
എപ്പോഴാണ് നിങ്ങൾ വിളിപ്പിക്കുന്നത് അപ്പോൾ ഒരങ്ങ് വന്നോളും. എന്താടാ പോണോ നിനക്ക് എന്ന് പറഞ്ഞ് അയാൾ ഒന്നുകൂടി അവൻ്റെ മുഖം അടക്കി. ഓ സാറേ, നിരപരാധിയായ എൻ്റെ കുട്ടിയെ നിങ്ങൾ തൊട്ടു പോരുത്. ആഹാ, അപ്പം നിങ്ങളാണോ കള്ളൻ? ദേ അനാവശ്യം പറയാൻ പാടില്ല കേട്ടോ. അതെ, ഇവർ ഫാമിലി മൊത്തം പക്ക ഫ്രോഡാണ് സാറേ. കണ്ടില്ലേ പറയുന്നത്. ഉപ്പ വേണ്ട, ഉപ്പ പൊയ്ക്കോളൂ, ഞാനിവിടെ കിടന്നോളാം. ഞാനിവിടെ എത്തി ഇവരെ അടിയും കുത്തും ചവിട്ടും കൊണ്ട് ഇവിടെ കിടന്നോളാം ഉപ്പ. എനിക്ക് പ്രശ്നമല്ല, ഞാൻ മരിച്ചാൽ എനിക്ക് പ്രശ്നമല്ല. പക്ഷേ ഉപ്പ, മുഹ്സിനയോട് പറയണങ്ങൾ ഞാനല്ല ഒന്നും ചെയ്തത്. എനിക്കിപ്പോഴും അവളെ കൂടെ ജീവിക്കാൻ തന്നെ ഇഷ്ടം. അവളെ എനിക്കൊന്ന് കാണെങ്കിലും വേണം ഉപ്പ, പറയണം. സിനാൻ പൊട്ടിക്കരഞ്ഞ് അലറുകയാണ്. ഡാ വായ പൂട്ട്, നാവ് അരിഞ്ഞു തള്ളും. പോലീസിൻ്റെ ഭീഷണി വീണ്ടും. സിനാൻ ആ ലോക്കപ്പിൽ അറിയാതെ തളർന്ന് വീഴാൻ പോകുന്നു. ഉപ്പ തിരിച്ചു പോകുന്നു. എൻ്റെ കുട്ടിനെ നിങ്ങൾ കൊല്ലരുത് കേട്ടോ. സത്യം തെളിഞ്ഞിട്ട് നിങ്ങൾ കൊന്നോളി, പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ കൊല്ലരുത് കേട്ടോ. ആ പിതാവ് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. സിനാൻ തളർന്ന് ആ ഒരു ലോക്കപ്പിൽ കിടന്ന് അറിയാതെ അങ്ങ് മയങ്ങിപ്പോയി. പോലീസുകാരൻ്റെ ഇടികൊണ്ടാണ് അവൻ ഉണർന്നത്. ആഹാ, നീ അങ്ങ് സുഖമായി ഉറങ്ങാമെന്ന് വിചാരിച്ചല്ലേ? ഇവിടെ അങ്ങ് നടക്കില്ല മോനെ, നിന്നെ നമ്മളങ്ങ് ഉറക്കൂല. സത്യം അങ്ങോട്ട് പറയുവോളതാ, നിനക്ക് ശിക്ഷ ഇതൊക്കെ എടുക്കുന്നേ ഉള്ളൂ. നിനക്കുള്ള ശിക്ഷയൊക്കെ തരാൻ നിൽക്കുന്നേ ഉള്ളൂ. ഇതൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോഴേ ഓട്ടോമാറ്റിക്കലി നീ അങ്ങ് പറയും മോനെ. പറയടാ, എവിടെയാണ് ആഭരണങ്ങൾ നീ കൊണ്ടുപോയി വിറ്റത്? സാറേ ഇല്ല, ഞാനതെടുത്തിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. പറയില്ല നീ? അവൻ്റെ നേർക്ക് വീണ്ടും ആക്രമണം. ഇല്ല, ഒരിക്കലും പറയില്ല. പറയാൻ എനിക്കറിയില്ല. എവിടെയാണ് എന്താണെന്ന് എനിക്കറിയില്ല. അറിയാത്തത് ഞാൻ എങ്ങനെ പറയും? പിന്നെ നിൻ്റെ വീട്ടിൽ ഷെൽഫിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ എവിടെ? ഒരിക്കലുമില്ല, എനിക്കറിയില്ല. നിൻ്റെ വീട്ടിലെ ഷെൽഫിലായിരുന്നില്ലേ? അത് ഗോൾഡും ഡയമണ്ടൊക്കെ ഉമ്മയാണ് എടുത്തു വെക്കാറുള്ളത്. അതൊന്നും എനിക്കറിയില്ല, ഞാൻ നോക്കാറ് പോലുമില്ല. അവർക്ക് സംശയം. ഉമ്മയാണോ എടുത്തു വെക്കാറുള്ളത്? അപ്പോൾ ഉമ്മ എടുത്തു വെക്കുകയാണെങ്കിൽ അതെങ്ങനെ പറയും മകൻ കൊണ്ടുപോയെന്ന്? ഹേയ്, എവിടേക്കോ എന്തൊക്കെയോ. അതിലൊരു പോലീസുകാരൻ പറഞ്ഞു, ഒന്നുകൂടെ ഒരു പക്ഷേ ഉമ്മയെ ചോദ്യം ചെയ്താൽ സത്യം പുറത്തു വരുമായിരിക്കും. അതും ശരിയാ. ഉമ്മയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കണം, സത്യമായി പറയിപ്പിക്കണം. അത് വീട്ടിനുള്ളിൽ നിന്നാകുമ്പോൾ നമ്മൾ കൂടുതൽ ചോദിച്ചില്ല, അതായിരിക്കും നല്ലത്. ആ ദിവസം തന്നെ ഉമ്മയുടെ ആ നമ്പറിലേക്ക് അതാ പോലീസ് വിളിക്കുന്നു. ഹലോ മാഡം, നിങ്ങളൊന്ന് സ്റ്റേഷനിൽ വരെ വരണം. നിങ്ങളുടെ ഭാഗത്തേക്ക് ഒരു ചെറിയ കേസ് അങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. അതിന് വേണ്ടിയിട്ട് നാളെ രാവിലെ 10 മണിക്ക് മുമ്പായിട്ട് ഇവിടെ ഹാജരാവണം. ഓക്കെ? ഉമ്മയുടെ കൈകാലുകൾ തളരുന്ന പോലെ. ഓ സിനാൻ, ആ കള്ളത്തേണ്ടി എൻ്റെ പേര് പറഞ്ഞെന്ന് തോന്നുന്നു. ഒന്നിനും മടിക്കാത്ത ചെക്കനെ ലോക്കപ്പിലിട്ട് കുത്തി കൊല്ലാണ് വേണ്ടത്. ഇനിയിപ്പോൾ നാളെ സ്റ്റേഷനിലേക്ക് പോകണല്ലോ ഞാൻ. റഷീദ് ഉമ്മാക്ക് ആ രാത്രി ഉറക്കമുണ്ടായിരുന്നില്ല. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.